കേരള സ്റ്റോറി 2 എന്ന ചിത്രം പുറത്തിറങ്ങിയപ്പോൾ വലിയ കോലാഹലങ്ങളായിരുന്നു. കേരളത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഉത്തരേന്ത്യക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ പടച്ചുവിടുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലായിരുന്നു വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നത്. നമ്മൾ കണ്ടതാണ് അതെല്ലാം, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ. അന്ന് മുതൽ ദ റിയൽ കേരള സ്റ്റോറി എന്നൊരു മറുവാദവുമായി നാട്ടിലെ കമ്മികളും സുളാപ്പികളും ഒക്കെ ഇറങ്ങി തിരിച്ചാണ്. ആറ്റൽ പൊങ്കാലയ്ക്ക് മുസ്ലിം പള്ളി തുറന്നു കൊടുക്കുന്നതൊക്കെ കാണിച്ച് വലിയ ബഹളമായിരുന്നു കമ്മികളും സുളാപ്പികളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന്. എന്നാൽ ഈ ടീംസിന് ഒരു ബമ്പർ ലോട്ടറി വീണ് കിട്ടിയത് മൊണാലിസ എന്ന ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കാൻ തന്റെ അച്ഛൻ അനുവദിക്കുന്നില്ല എന്നും പറഞ്ഞ് എറണാകുളം പോലീസ് സ്റ്റേഷനെ സമീപിച്ചപ്പോഴാണ്. അപ്പോൾ ഈ പെൺകുട്ടി അങ്ങ് മധ്യപ്രദേശിൽ നിന്ന് മതേതര സുന്ദരമായ കേരളത്തിലേക്ക് ഓടി വന്നതൊന്നുമല്ല. ഈ പെൺകുട്ടിയും ആ ചെറുപ്പക്കാരനും ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് തന്നെ ആയാലും പോലീസിനെ ഇവർ സമീപിച്ചപ്പോൾ അവർ സഖാക്കളെ കാര്യം അറിയിച്ചു. അപ്പോൾ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന നമ്മുടെ സഖാക്കൾ ദ റിയൽ കേരള സ്റ്റോറിക്ക് ഒരു മികച്ച തിരക്കഥ കിട്ടിയ സന്തോഷത്തിലായിരുന്നു. നാഷണൽ മീഡിയയിൽ തന്നെ ഇത് നമുക്ക് എത്തിക്കണം എന്നുള്ളൊരു ആവേശത്തിലായിരുന്നു. പിന്നെ നമ്മുടെ റഹീം സഖാവ് വരുന്നു, ഗോവിന്ദൻ മാഷ് വരുന്നു, കല്യാണം നടത്തി കൊടുക്കുന്നു, മന്ത്രി ശിവൻകുട്ടി വന്ന് അനുഗ്രഹിക്കുന്നു നവദമ്പതികളെ എന്നിട്ട് പ്രഖ്യാപിക്കുന്നു ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നു. ലവ് ജിഹാദ് എന്നൊന്നില്ല. കണ്ടില്ലേ, ഈ മുസ്ലിം ചെറുപ്പക്കാരൻ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയാണ് വിവാഹം കഴിക്കുന്നത്. ഈ മുസ്ലിം ചെറുപ്പക്കാരന് ഒരു മതേതരവാദിയാണ് ഈ ചെറുപ്പക്കാരൻ. കണ്ടില്ലേ, ചന്ദന കുറിയിടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. എന്നാൽ കേരളം വലിയ ചർച്ചയാക്കിയ പ്രമുഖ CPM നേതാക്കളും മന്ത്രിമാരും ചേർന്ന് ആഘോഷപൂർവ്വം നടത്തിക്കൊടുത്ത ആ മതേതര വിവാഹം ഇപ്പോൾ വലിയൊരു നിയമക്കുരുക്കിലേക്ക് വീണിരിക്കുകയാണ്. കുംഭമേളയിലൂടെ വൈറലായ ഇൻഡോർ സ്വദേശിനി മൊണാലിസ ഭോസ്ലെയ്ക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന മധ്യപ്രദേശ് സർക്കാരിന്റെ ജനന സർട്ടിഫിക്കറ്റ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് പ്രകാരം മൊണാലിസയുടെ ജനന തീയതി 2009 ഡിസംബർ 30 വൈകിട്ട് 5:30 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മാർച്ച് 11 വിവാഹം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സും 2 മാസവും 12 ദിവസം മാത്രമായിരുന്നു പ്രായം. അതിനിടയിൽ ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ ആദ്യം തന്റെ യഥാർത്ഥ മതം മറച്ചുവെച്ച ഹിന്ദു ആണെന്ന് അഭിനയിച്ചാണ് കൂടെ കൂടിയിരുന്നതെന്നൊക്കെ. അത് ഒരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. എന്തായാലും അത് പോട്ടെ, കഴിഞ്ഞല്ലോ. പക്ഷേ അന്ന് ഒരുവിധം ബോധമുള്ള മലയാളികൾക്ക് തോന്നിയൊരു കാര്യമുണ്ട്. നാഷണൽ മീഡിയയിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി സഖാക്കൾ കാട്ടിക്കൂട്ടിയ ഈ കോപ്രായം അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായി വരില്ലേ എന്ന്. കാരണം വെറും 6 മാസം മാത്രം പരിചയമുള്ള, 6 മാസം മുമ്പ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരുത്തന്റെ ഒപ്പം അവന്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ടോ ചരിത്രമോ ഒന്നും തന്നെ അറിയാതെ ആണ് ഇവർ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് പോലും പോലീസുകാർ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ കൊല്ലുന്ന ഭർത്താക്കന്മാർക്ക് നേരത്തെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അവർക്ക്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സൈക്കോ ആണോ ഇവൻ ഈ ചെറുപ്പക്കാരൻ എന്ന് പോലും ഒന്ന് അന്വേഷിക്കാതെ അവർക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമാണ് എന്ന ഒരൊറ്റ കാരണത്താൽ അവരെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. നാളെ ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ട് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും അഹിതമായി സംഭവിച്ചാൽ അത് ഈ സഖാക്കൾക്ക് മാത്രമല്ല മുഴുവൻ കേരളത്തിനും നാണക്കേടും തിരിച്ചടിയാകുമെന്നും കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു കേരള സ്റ്റോറി 3ക്കുള്ള തിരക്കഥയാകുമെന്നും ഈ മന്ദബുദ്ധികൾക്ക് മനസ്സിലാകാത്തതാണോ എന്നും ബോധമുള്ള മലയാളികൾ അന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തു തന്നെ ആയാലും ആ പെൺകുട്ടിക്ക് അഹിതമായി ഒന്നും സംഭവിക്കില്ലേ എന്നായിരുന്നു ഓരോ മലയാളിയുടെയും പ്രാർത്ഥന. അങ്ങനെ ഒന്നും സംഭവിക്കാതെ തന്നെ നമ്മുടെ നാട്ടിലെ സഖാക്കൾക്ക് ഒരു 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ് പ്രേക്ഷകരെ. കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന്, അതിന് ഒത്താശ ചെയ്തതിനും ഭർത്താവ് ഫർമാൻ ഖാനും വിവാഹത്തിന് നേതൃത്വം നൽകിയവർക്കുമെതിരെ മധ്യപ്രദേശ് പോലീസ് കേസെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ബാലവിവാഹ നിരോധന നിയമപ്രകാരം PCMA നിയമപ്രകാരം സംഘാടകർക്കും കാർമ്മികർക്കും 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണിത്. ഈ വിവാഹത്തിന് നേതൃത്വം നൽകിയ CPM നേതാക്കൾക്കും കേരള പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ PCMA പ്രകാരം കേസെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പെൺകുട്ടിയുടെ കെട്ടിയവന് പുറമെ റഹീം സഖാവിനും മന്ത്രി അപ്പൂപ്പൻ ശിവൻകുട്ടിക്കും ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച വലിയ സഖാവ് ഗോവിന്ദൻ മാഷിനും ഒക്കെ നല്ല പണി കിട്ടുമെന്നാണ് അതിനുള്ള സാധ്യതയുണ്ട്. കാരണം അല്ലെങ്കിലും മതസൗഹാർദ്ദം കാണിക്കാൻ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകൊച്ചിനെ ഈ വെളിവില്ലാത്ത മന്ത്രിമാർ കല്യാണം നടത്തി കൊടുത്തത് തന്നെ തെറ്റ്. ഇവരോടൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളോട് ഇത് ചെയ്യുമോ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ദ റിയൽ കേരള സ്റ്റോറി പോലും. ഇനിയിപ്പോ നാളെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുടെ വാർത്ത പ്രായപൂർത്തിയാകാത്ത ഹിന്ദു പെൺകുട്ടിയെ ലവ് ജിഹാദിന് നിർബന്ധിച്ച് കേരള സർക്കാർ എന്നായിരിക്കും. സ്റ്റേറ്റ് സ്പോൺസേർഡ് ലവ് ജിഹാദ് എന്നൊരു സാധനം ഇന്നുവരെ ഇല്ലായിരുന്നു. ഇപ്പൊ അതുമായി അനുഭവിച്ചു. മതത്തിന്റെ വേലിക്കെട്ടുകൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പോക്സോ കേസിൽ പെടുന്നതൊക്കെ സ്വാഭാവികമല്ലേ സഖാവേ? വയസ്സാകാലത്ത് ഓരോരോ ഒന്നും പറയുന്നില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8 മലയാളം.